പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൽ വിരമിച്ച ദിവസം തന്നെ താൽക്കാലികമായ ജോലി സമ്മാനമായി നൽകിയ ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ടി വി പ്രസാദാണ് ആ വാർത്ത നൽകിയത്. ആ വാർത്ത പുറത്തു വന്ന മണിക്കൂറുകൾക്കകം നടപടി. എന്തൊരു സ്പീഡല്ലേ! വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS മുൻ PA വൈദേഹിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വിരമിച്ചതിന് പകരം വന്ന ജീവനക്കാരിക്ക് ഇരിപ്പിടവും ഔദ്യോഗിക മെയിലും ഓഫീസ് ഫയലും കിട്ടി. അതേസമയം ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കാത്ത മുൻ PA പകരം വന്ന ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ പകർപ്പും റിപ്പോർട്ടറിന് കിട്ടി. റിപ്പോർട്ടർ ഇമ്പാക്ട്. രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം പാർട്ടിക്കാരെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുമ്പോൾ ഉദ്യോഗസ്ഥരും ഒട്ടും മോശമാകരുതല്ലോ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വിരമിച്ചു പോയ അതേയാൾ അടുത്ത ദിവസം അതേ സ്ഥലത്ത് മറ്റൊരു പദവിയിൽ അതേ അധികാരത്തോടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്നലെ രാവിലെയാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്ത്. വാർത്ത വന്ന് 8 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് തന്നെ അനധികൃതമായി വകുപ്പ് സെക്രട്ടറി നിയമിച്ച താൽക്കാലിക ജീവനക്കാരി വൈദേഹിയെ പറഞ്ഞുവിട്ടു. ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ പകരം വന്ന പേഴ്സണൽ അസിസ്റ്റന്റിന് ഇമെയിൽ IDയും ഓഫീസ് ഫയലും അനുവദിച്ച് കിട്ടി. വൈകിട്ടായപ്പോൾ വിരമിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം താൽക്കാലികക്കാരിയായി എത്തിയ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് വൈദേഹി അലമാരയുടെ താക്കോലും കൊടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി. വാർത്ത പുറത്തു വന്ന് 1 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് തന്നെ വകുപ്പ് സെക്രട്ടറിയും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകനുമായ കെ ബിജു IAS താൽക്കാലിക ജീവനക്കാരിയെയും പേഴ്സണൽ അസിസ്റ്റന്റിനെയും ക്യാബിനിൽ വിളിച്ച് സംസാരിച്ചു. ഉടൻ തീരുമാനവുമായി. വകുപ്പ് സെക്രട്ടറി കെ ബിജുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന വൈദേഹിയെ അതേ കസേരയിൽ ഇരുത്താനാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന താൽക്കാലിക ജോലി നൽകിയത്. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ 100-ലധികം വരുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്മാരും പേഴ്സണൽ അസിസ്റ്റന്റ്മാരും അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് സമർപ്പിച്ച പരാതി റിപ്പോർട്ടറിന് കിട്ടി. രാഷ്ട്രീയ ഭേദമന്യേ ഇവർ ഈ താൽക്കാലിക നിയമനത്തിനെതിരായി ഒപ്പുവെച്ചാണ് പരാതി നൽകിയത്. വൈദേഹി എന്ന താൽക്കാലിക ജീവനക്കാരി പേഴ്സണൽ അസിസ്റ്റന്റായി നിയമിതയായ ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന് പരാതിയിൽ പറയുന്നു. മാത്രമല്ല, താൽക്കാലിക ജീവനക്കാരി ഇത്ര പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് ക്രമക്കേടിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി. വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം നടപടി. അതിനൊരു കാരണവുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡ് ഫണ്ട് ബോർഡിൽ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഇഷ്ടം പോലെ താൽക്കാലികക്കാരെ കയറ്റിയിട്ടുണ്ട്. അതുകൂടി പുറത്തു വരുമോ എന്ന ഭയമാണോ ഇത്ര പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിൽ? റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ടി വി പ്രസാദാണ്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ് കാരണം ഇപ്പോൾ വീട്ടിലിരിക്കേണ്ടി വന്ന ഒരാൾ ഇപ്പോൾ ടി വി പ്രസാദിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ടാവും വീട്ടുകാരോട്. ഒരാൾ മാത്രമാണോ അരുൺ? ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ടി വി പ്രസാദ്, പക്ഷേ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ നമ്മൾ സന്തോഷിക്കുന്നവരുണ്ടല്ലോ സാറേ. അതെ അതെ, തീർച്ചയായിട്ടും. വിരമിക്കുന്നു, തൊട്ടടുത്ത ദിവസം താൽക്കാലിക ജോലി സമ്മാനമായിട്ട് കൊടുക്കുന്നു. അതും സ്ഥിര നിയമനം കിട്ടിയ ജോലിക്കാരി വരുമ്പോൾ ആ കസേര പോലും ഒഴിഞ്ഞു കൊടുക്കാത്ത അവസ്ഥയിൽ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണോ? എന്നാലും ടി വി പ്രസാദ് വളരെ പെട്ടെന്ന് നടപടിയെടുത്തു. ടി വി പ്രസാദ് പറഞ്ഞതുപോലെ നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ടാണോ വേഗത്തിൽ ഈ നടപടി ഉണ്ടായത്? ഉറപ്പായിട്ടും അരുൺ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിനിടെയാണ് പൊടുന്നതിനെ നടപടി വന്നത്. അപ്പോൾ തൽക്കാലം നമ്മളത് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും അത് നമ്മുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരള റോഡ് ഫണ്ട് ബോർഡ്, അരുണിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നേരത്തെ ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ അവരുടെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യാജരേഖയുണ്ടാക്കി അന്നത്തെ CEO അശോകൻ ഉൾപ്പെടെയുള്ളവർ ആ ജീവനക്കാരിയെ പിന്നീട് പുറത്താക്കി. നമ്മൾ വാർത്ത കൊടുത്തതാണ്, അരുണിന് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ കേരള റോഡ് ഫണ്ട് ബോർഡിലൊക്കെ ഇഷ്ടം പോലെ താൽക്കാലിക നിയമനങ്ങളാണ് അരുൺ. അത് നമ്മൾ മറ്റ് ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പാർട്ടി നിയമനങ്ങൾ നടത്തുന്നതാണെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥ സംവിധാനമാണ് പലപ്പോഴും ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇങ്ങനെ ആകാമെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ആയിക്കൂടാ എന്ന നിലയിലേക്ക് ചില വകുപ്പ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പക്ഷേ നമ്മൾ ഈ വാർത്ത തുടർന്നാൽ, നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ
ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ഇത് തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരും എന്ന പേടി കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഇമ്പാക്റ്റ് ഒന്ന് ചുരുക്കി പറയാൻ വരും. അതായത് ഇന്നലെ രാവിലെ നമ്മൾ വാർത്ത കൊടുക്കുന്നു 9 മണിയോടുകൂടി. 10 മണിക്ക് മുമ്പ് തന്നെ ആ വൈദ്യുതി മന്ത്രിയുടെ മകൻ കൂടിയായ കെ ബിജു IAS വകുപ്പ് സെക്രട്ടറിയാണ് ഓഫീസിലെത്തുന്നു. ഓഫീസിലെത്തിയ ഉടൻ തന്നെ താൽക്കാലിക ജീവനക്കാരിയായ മുൻ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വിളിക്കുന്നു. ഒപ്പം ഇരിപ്പിടം മാറ്റിയിരുത്തിയ ഇമെയിൽ ID കൊടുക്കാത്ത ഓഫീസ് ഫയൽ തുറക്കാൻ കൊടുക്കാത്ത ജീവനക്കാരിയെയും ക്യാബിനിലേക്ക് വിളിക്കുന്നു. രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് ബിജു നിയമസഭയിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റായി നിയമിതയായ ജീവനക്കാരിക്ക് ഒഫീഷ്യൽ ID കിട്ടുന്നു, ഫയൽ ആക്സസ് കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞ് വൈകിട്ടാവുമ്പോഴേക്ക് ആ കസേര ഒഴിഞ്ഞ് അലമാര അടച്ച് ആ താക്കോല് കൈമാറുകയാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റിന്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ അതിൽ കർശന നടപടിയെടുക്കണം എന്ന നിർദ്ദേശം സെക്രട്ടറിക്ക് കിട്ടിയതായാണ് വിവരം. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, കൂടുതൽ വിവരങ്ങൾ ഇതിൽ പുറത്തു വരാനുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മൾ വാർത്തയിൽ പറഞ്ഞത്. അതായത് ഈ CAമാർ, ആ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റുമാരും PAമാരും രാഷ്ട്രീയ ഭേദമന്യേ ഇതിലൊരു കൂട്ടായ്മ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ വിഷയമുണ്ട്. അതായത് പേഴ്സണൽ അസിസ്റ്റൻ്റായി നിയമിതയായ ആ ജീവനക്കാരിക്ക് ഇരിപ്പിടം കൊടുക്കാതെ, ഇമെയിൽ ID കൊടുക്കാതെ, ഓഫീസ് ഫയലിൻ്റെ ആക്സസ് കൊടുക്കാതെ അവരെ മാറ്റിയിരുത്തിയ സംഭവത്തിൽ അവർ 100-ലധികം പേരാണ് ഒപ്പിട്ട പരാതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ജൂലൈ മാസം 2-ാം തീയതി കൊടുത്തത്. അതാണ് KR ജ്യോതിലാൽ പൂത്തുകയും ചെയ്തത്. അതിൽ പറയുന്നത് ഈ താൽക്കാലിക ജീവനക്കാരി ഈ സ്ഥിരമായി വന്ന ഈ പേഴ്സണൽ അസിസ്റ്റൻറ്റിനോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ്. അത്രത്തോളമുണ്ട് അധികാരം അരുൺ. ഉറപ്പായും അവർ പുറത്തു പോകേണ്ടതാണ്. ഇതൊരു പ്രതീക്ഷ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ഇനിയും നമുക്ക് പുറത്തു കൊണ്ടുവരാം. തീർച്ചയായിട്ടും ടി വി പ്രസാദിന് അഭിനന്ദനമുണ്ട് കേട്ടോ. അശോകൻ CB പറയുന്നു, മാഷേ TV പ്രസാദിന്റെ പ്രവർത്തനം ഇന്ത്യ മുഴുവനാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത് ശരത് റംബൂസ് പറയുന്നു, കൺഗ്രാസ് പ്രസാദ്, ഗുഡ് ജോബ് എന്നാണ് ശംഭൂസ് പ്രസാദ് പറയുന്നത്. നിരവധി ആളുകൾ അഭിനന്ദനവുമായിട്ട് എത്തിയിട്ടുണ്ട്. രാജേശ്വരി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതേസമയം വിമർശനവുമുണ്ട്. കഥ എഴുതുകയാണോ പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചോദിക്കുന്നുണ്ട്. കഥ എഴുതുകയാണ് പ്രസാദ്, പക്ഷേ ആ കഥ ജീവിതത്തിൻ്റെ കഥയാണ് കേട്ടോ. ഫയലിലുള്ളതുപോലെയുള്ള ജീവിത കഥയാണ് പ്രസാദ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അന്യായം ഉണ്ടാകുമ്പോൾ TV പ്രസാദ് ഇടപെടും. ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ചേരും. ചില വസ്തുതകൾ വളരെ പെട്ടെന്ന് ലൈവായിട്ട് പറയുന്നതിൽ ചില അബദ്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റുമായിരിക്കും, ആർക്ക് വേണമെങ്കിലും. പക്ഷേ അതൊക്കെ ഞങ്ങൾ കൃത്യമായും തിരുത്തി തന്നെയാണ് പോകുന്നത്. അപ്പോൾ TV പ്രസാദ് ഏതായാലും നമ്മളെ ആ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമാരുടെയും PA ആൾക്കാരുടെ സംഘടനയെ കൂടി നമ്മൾ ഈ ഘട്ടത്തിലൊന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം അവർ കാണിച്ച ജാഗ്രത കൂടിയാണല്ലോ ഈ വാർത്ത പുറത്തു വരാനുള്ളൊരു കാരണം. ഉറപ്പായിട്ടും അരുൺ, അങ്ങനൊരു കൂട്ടായ്മയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ അവർ തന്നെ നമ്മളെ വിളിച്ചൊരു തിരുത്ത് പറഞ്ഞു. അങ്ങനെ അസോസിയേഷൻ എന്ന നിലയിലല്ല അതിലിടപെട്ടത്. നമ്മൾ ഇന്നലെ അസോസിയേഷൻ എന്നാണ് പറഞ്ഞത്. അസോസിയേഷൻ അല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ സംഘടനയിലും ഭാഗമായിട്ടുള്ള എല്ലാ ജീവനക്കാരും ചേർന്ന് ഒന്നിച്ച് ഒപ്പിട്ടാണ് നമ്മൾ നേരത്തെ വാർത്തയിൽ കാണിച്ച ആ പരാതി കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജീവനക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത്തരം സംഘടനകൾ നിലനിൽക്കേണ്ടത്. അതല്ല അവരുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. എന്തായാലും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമാരും PAമാരും ഒരുമിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അങ്ങനെ ആ വാർത്തയിൽ ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു.